ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആണ്. കഴിഞ്ഞ വീക്കിൽ ഞങ്ങളെല്ലാവരും ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീക്കിൽ എന്തായാലും നമുക്ക് ഗ്രാൻഡ് മോസ്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. ഗ്രാൻഡ് മോസ്ക് അബുദാബിയിലെ തന്നെ ഏറ്റവും ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ തന്നെയാണ് കേട്ടോ ഈ ഗ്രാൻഡ് മോസ്ക് എന്നുള്ളത്. ഷേഖ് സയാദ് ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പം ഏകദേശം ഒരു 4:30 ആയിട്ടോ. നമ്മൾ ആ ഒരു ടൈമിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺ ഉള്ളപ്പോൾ ഉള്ളൊരു വ്യൂവും സൺ സെറ്റിന് ശേഷമുള്ളൊരു വ്യൂവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളവിടെ പാർക്കിംഗ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് അതായത് നമ്മുടെ ഗ്രാൻഡ് മോസ്കിലേക്കുള്ള ആ ഒരു എൻട്രിയിലേക്ക് ഞങ്ങൾ നടന്നു. ഒരുപാട് നടക്കാനുണ്ട്. അതായത് ദുബായ് മോൾ കണ്ടവർക്കറിയാം അവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയാൽ എന്തോരം മുകളിലേക്ക് നടക്കാനുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെയും നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സ്ത്രീകളെല്ലാവരും തന്നെ ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കണം ധരിച്ചിട്ടുണ്ടാവുക. അതൊരു റൂളാണ്. റൂൾ മാത്രമല്ല, ഇങ്ങനെ ഒരു ഗ്രാൻഡ് മോസ്കിലേക്ക് പോകുമ്പം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും പുണ്യമായിട്ടുള്ളൊരു ഭൂമിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിങ്ങിൽ നമ്മൾ കുറച്ചെങ്കിലും ഒരു ബോധേഡ് ആയിരിക്കണം. ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിച്ചിട്ടുണ്ടാവുക. അവരുടെ സെക്യൂരിറ്റീസ് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റി വിടുന്നത്. ഫുൾ സ്ലീവ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ഷോപ്പിംഗ് മോളിൽ തന്നെ എന്തെങ്കിലും ഒരു കഫ്താനോ അല്ലെങ്കിൽ ഒരു പർദ്ദയോ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാനാണ്. അതുപോലെ തന്നെ തലയിൽ തട്ടോ ഉണ്ടായിരിക്കണം. ഫുൾ കവർ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. അതാണ് നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ളൊരു കാര്യം. അങ്ങോട്ടേക്ക് ഞങ്ങൾ എത്തി. എൻട്രൻസ് കടന്നപ്പോൾ തന്നെ നല്ലൊരു തണുത്ത കാറ്റായിരുന്നു കേട്ടോ. പറയാൻ പറ്റത്തില്ല, നല്ലൊരു വൈബ്. തണുത്ത കാറ്റും ചെറു ചൂടും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു. അതിന് പുറമേ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ വണ്ടറായിപ്പോയി. ഇത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് എങ്കിലും പക്ഷേ ഈ അടുത്ത് വന്ന് കാണുന്ന ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ നമുക്ക് പറയാൻ പറ്റാത്തത്ര വ്യൂ ആയിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ടൂറിസ്റ്റേഴ്സ്, ഫോറിനേഴ്സ്, അവർ പോലും അവരുടെ ഡ്രസ്സിങ്ങിൽ പോലും അവർ അത്രയധികം കോൺഷ്യസ് ആകുന്നുണ്ടെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുമ്പം അവരും അത് മനസ്സിലാക്കി അവരും ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മളെ വണ്ടറാക്കുന്നൊരു കാര്യം കേട്ടോ. ആക്ച്വലി എനിക്കത് ശരിക്കും വണ്ടറായിട്ട് തന്നെ തോന്നി. കാരണം അവർ പോലും തലയിൽ തട്ടൊക്കെ ഇട്ട് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, വ്ളോഗ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട്. അപ്പം ഇതിന് ചുറ്റും തന്നെ ഒരു റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ അവർ ഒരു ലേക്ക് പോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. നമുക്ക് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഷേഖ് സയാദ് ഗ്രാൻഡ് മോസ്ക് 1996 ഷേഖ് സയാദ് ബിൻ സുൽത്താൻ അൽ നയാൻ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്രാൻഡ് മോസ്ക് ആണ്. 2007 ഒരു വലിയ പ്രെയർ ഹാൾ ഓപ്പൺ ചെയ്തുകൊണ്ടാണ് ഇത് ടൂറിസ്റ്റേഴ്സിനായിട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫ്രൈഡേയ്സിൽ ഇവിടെ പ്രെയർ നടക്കുന്ന ടൈമിൽ ടൂറിസ്റ്റേഴ്സിന് നോട്ട് അലൗഡ് ആണ്. ആഫ്റ്റർനൂൺ ആണ് പിന്നെ ഇങ്ങോട്ടുള്ള ടൈം ഇവർ പറയുന്നത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനുള്ളിലെ പല ആർക്കിടെക്ചേഴ്സും നമ്മളെ ശരിക്കും വണ്ടറടിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. താജ്മഹൽ കണ്ടവർക്കറിയാം താജ്മഹൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പണിതിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് ഗ്രാൻഡ് മോസ്കും. വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രാൻഡ് മോസ്ക് ആണ് അബുദാബിയിലെ ഷേഖ് സയാദ് ഗ്രാൻഡ് മോസ്ക് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പല മെറ്റീരിയൽസും പല ഫോറിൻ കൺട്രീസിലും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈവൻ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഹാങ്ങിങ്സ് പോലും നിങ്ങൾ കണ്ടില്ല, ഒരു ഹാങ്ങിങ് അത് ഭയങ്കര അമൂല്യമായിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടും ഗോൾഡ് പ്ലേറ്റഡ് യൂസ് ചെയ്തിട്ടുമാണ് അത് അവർ ഹാങ്ങിങ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ 82 ഡോംസ് ഉണ്ട്. എന്ന് വെച്ചാൽ മേൽക്കൂമ്പാരങ്ങൾ 82 വിത്ത് ഓവർ 1000 കോളംസ്. പറയാൻ വാക്കുകളില്ല. ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഒരു ഗ്രാൻഡ് മോസ്കിനും. അതുപോലെ തന്നെ ഹാൻഡ് നോട്ടഡ് ആയിട്ടുള്ള കാർപ്പറ്റ്, ഈ മെയിൻ ഹാളിൽ വിരിച്ചിട്ടുള്ള ഒരു കാർപ്പറ്റ് ഹാൻഡ് നോട്ടഡ് ആണ്. അത് വേൾഡിൽ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു കാർപ്പറ്റാണ്. പിന്നെ 24 ക്യാരറ്റ് ഗോൾഡാണ് ആ ക്രിസ്റ്റലിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും യൂണിക് ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മോസ്കിലെ കളറ് നൈറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ, മൂണിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അത് നമുക്ക്
ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ നമ്മൾ കയറി വരുമ്പോഴാണെങ്കിലും ആ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അത് ഗ്രാൻഡ് മോസ്കിലെ കൺസ്ട്രക്ഷൻ ടൈമിലുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ പല പല അമൂല്യമായ വസ്തുക്കളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, വന്നിട്ടുള്ള ഫോറിനേഴ്സുകൾ, ഈവൻ നമ്മുടെ മാർപ്പാപ്പ പോലും ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഒരു സത്യം കേട്ടോ. എനിക്കിത് കണ്ടപ്പോഴാണ് എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ലൈറ്റ്സ് ഔട്ടിൽ കാണാൻ അടിപൊളിയാണ്. സൺസെറ്റിന് ശേഷം കാണുന്ന ഗ്രാൻഡ് മോസ്കും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഷോപ്പിൽ കയറി ചായ കുടിച്ചു. കുറേ വിശേഷങ്ങൾ പറഞ്ഞു, നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു, വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു, തമാശ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അപ്പോൾ നെക്സ്റ്റ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ഡിന്നറും കൂടെ കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. ശേഷം ഒരു 8:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ റൂമിലെത്തി. ഞങ്ങൾ എന്താ പറയുക, ഒന്ന് ഫ്രഷായി. നല്ല ടയേർഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറക്കവും വന്നു. അപ്പം ഇനി നമുക്ക് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ എന്താ പറയുക, എനിക്ക് അത്രയ്ക്ക് കാര്യങ്ങളൊന്നും പറയാനൊന്നും ആയിട്ടില്ല. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. വളരെ റെയറായിട്ട് മാത്രമേ ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. പക്ഷേ എൻ്റെ ഈ ഒരു വർഷത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ലോങ് വീഡിയോ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ ബൈ.